ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകാൻ സർക്കാർ നീക്കം. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ പുറത്തിറക്കാൻ ആസൂത്രിത ശ്രമം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിനയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ നിയമം കർശനമാക്കി കേന്ദ്ര സർക്കാർ. സംഘടിത കുറ്റങ്ങൾക്ക് 10 വർഷം തടവും 1 കോടി രൂപ പിഴയും. വിജ്ഞാപനമിറക്കി സർക്കാർ. നെറ്റ് നീറ്റ് ക്രമക്കേടുകളിൽ അന്വേഷണം തുടരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തം. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. തീരദേശ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഏകീകൃത കുർബാന തർക്കത്തിൽ സിനഡിന്റെ സമവായ നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റം. ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഏകീകൃത കുർബാന എന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ല. ജനാഭിമുഖ കുർബാന ഔദ്യോഗികമെന്ന് പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. GST കൗൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗം. ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ, GST രജിസ്ട്രേഷനുമായി ബന്ധിപ്പിക്കുന്ന പുതിയ നിയമം അവതരിപ്പിക്കും. 2020 ലോകകപ്പ് സൂപ്പർ 8 ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് ആന്റിഗ്വയിൽ. യൂറോ കപ്പിൽ ഫ്രാൻസ് നെതർലൻഡ്സ് പോരാട്ടം സമനിലയിൽ. പോളണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്ത്.